അമ്മയും സഹോദരിയും ഒക്കെ പാചകം ചെയ്യുന്നതിനേക്കാൾ ഈ ഭൂമിക്ക് വേണ്ടി അന്നം പാകം ചെയ്യുന്നത് ഇലകളാണ്. ആ ഇലകളിലേക്ക് രശ്മി സമൂഹങ്ങളെ അയച്ചുകൊണ്ടിരിക്കുന്നത് സൂര്യനാണ്. സൂര്യൻ തന്നെയാണ് ആദാനകാലത്ത് ഇതിനെ തിരിച്ചെടുക്കുന്നത്, വിസർഗകാലത്ത് ഇതിലേക്ക് വിടുന്നത്. ഉത്തരായനത്തിൻ്റെയും ദക്ഷിണായനത്തിൻ്റെയും തലങ്ങളിൽ ദക്ഷിണായനം വിസർഗകാലവും ഉത്തരായനം ആദാനകാലവുമാണ്. അതുകൊണ്ട് ആ സൂര്യൻ നിങ്ങളെ ഏൽപ്പിച്ചു തരുന്നതാണ് ഇവനെ, സൂര്യോഢമെന്ന വ്രതത്തിന്. അപ്പൊ ഇതെല്ലാം ഉണ്ടാകുമെന്നുള്ളത് കൊണ്ട് അതിലെ പുത്രൻ ശ്രേഷ്ഠനായി ഉണ്ടാകാൻ അതിഥി ഭൂജനവും ചെയ്യണം. ഉത്തമ ബ്രാഹ്മണനാണെങ്കിൽ ഇതും പോരാ. ദർശം, പൗർണമാസം, അഗ്രയനം, അതിഥി പൂജനം, ചാതുർമാസ്യം, ഇത്രയും കാര്യം ചെയ്യണം. ഇതിലേത് തെറ്റിയാലും അവൻ്റെ 7 തലമുറയ്ക്ക് ദുഃഖമാണ്. ഓം അഗ്നയേ സ്വാഹ, ഓം പ്രജാപതയെ സ്വാഹ എന്ന ഒരാഹൂതിയും ഓം സോമായ സ്വാഹ എന്നൊരാഹൂതിയും, ഇതിന് ദർശം പൗർണമാസം എന്ന് പറയും. ദർശവും പൗർണമാസവും അതിഥി പൂജനവും, അതിഥിയെ പൂജിക്കല്, അഗ്രയനം പുത്തരി, ചാതുർമാസ്യ വ്രതം, നദി കടക്കാതെ 4 മാസം വ്രതനിഷ്ഠയോടെ വേദാംഗങ്ങൾ പഠിച്ചിരിക്കുന്ന അവസ്ഥയും ഒക്കെ അനിവാര്യമാണ്. അതെല്ലാം ചെയ്ത് മര്യാദാമസൃണമായി ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ആനന്ദം എന്താണെന്ന് അറിയും. അതല്ലെങ്കിൽ എൻ്റെ ഉപ്പുപ്പ കാനയുണ്ടായിരുന്നു എന്ന് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കും. കേൾക്കുന്നവന് കുഴിയാനയാണെന്ന് തോന്നും. ഉപ്പുപ്പ കാനയുണ്ടായിരുന്നുകൊണ്ട് ചന്തിയിൽ തഴമ്പൊന്നും ഉണ്ടാവില്ല. ആന സ്വന്തമായി ഉണ്ടാവും. അതിന് വഴി ഇതാണ്. ഗർഭകാലത്ത് സീമന്തം, അതിൽ ആദ്യം ധർമ്മപുത്രനാണ് ജനിക്കേണ്ടതെങ്കിൽ അതിന് സഹദേവി, പൂവാൻ കുറുന്തല, അതിനാണ് സഹദേവി എന്ന് പറയുന്നത്. അത് നസ്യം ചെയ്യും വലത്തെ നാസാദ്വാരത്തിൽ മന്ത്രസഹിതം. അല്ല, ഇതാണ് ആലിൻ്റെ മുട്ടയ്ക്ക് ഗർഭ സ്ഥാപനത്തിന് പാൽക്കഷായമായും മറ്റുള്ളതായും ഒക്കെ കൊടുക്കും. അത് നസ്യം ചെയ്യുകയും ചെയ്യും. ഇത് ആണ് ഇതിനുള്ളത്. പിന്നെ സുശ്രുതമൊക്കെ അതാണ് ഉറപ്പിച്ച് പറയുന്നത്. സീമന്തം, ജാതകർമ്മം, ഉപനയനം, സമാവർത്തനം, അതിൻ്റെ ഇടയിൽ വിട്ടുപോയി ചൗളം, ഇങ്ങനെ സംസ്കാരകർമ്മങ്ങളെല്ലാം കൃത്യമായി ചെയ്യണം. അതൊക്കെ പിന്നെ ഒരിക്കൽ നേരം ഉണ്ടെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാം. ദാമ്പത്യവുമായി ബന്ധപ്പെടുന്ന 2 വിവാഹവും ഗർഭാധാനവും 2 അതിൽ
കുട്ടിയായിക്കഴിഞ്ഞാൽ ആ കുട്ടിയെ വളർത്തേണ്ട വിധങ്ങൾ, ഇപ്പോൾ ഇടുന്ന പോലെ നാപ്പിപ്പാടൊന്നും കെട്ടരുത്. ബ്രെയിനും ത്വക്കും ഒരേ വർണ്ണ വസ്തു കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങളിൽ മുതിർന്ന ഒരാൾ, ഉദാഹരണം കൊണ്ട് പറയുന്നതായിരിക്കുമല്ലോ എളുപ്പം, അല്ലേ അല്ലേ? നിങ്ങളിപ്പോൾ ഇരുന്ന് കേൾക്കുന്ന സ്ത്രീയോ പുരുഷനോ ഒരാൾ അവിടെ കക്കൂസി പോവുക. ചിലർ പെട്ടെന്ന് കയറി കക്കൂസിലോട്ട് പോകും. പോയി തുടങ്ങി കഴിഞ്ഞിട്ട് ടാപ്പ് ഓൺ ചെയ്യുള്ളൂ. ഇപ്പം എല്ലാം ടാപ്പും വെള്ളമുള്ള സമയമാണ്. കയറി ഇരുന്ന് ടാപ്പ് ഓൺ ചെയ്തപ്പോൾ വെള്ളമില്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതായാലും മുണ്ടൊക്കെയാണെന്ന് താത്തിയിട്ട് പുറത്തു വരാം. പുറത്തു വന്നിപ്പോൾ ഇയാൾ കയറി സെക്കൻഡ് പേപ്പറൊക്കെ അവിടെ മുകളിലിട്ട് കാര്യമായിട്ടിരുന്ന് ഇത് പോയി തുടങ്ങിക്കഴിഞ്ഞാണ് വെള്ളമില്ലെന്നറിഞ്ഞത്. അപ്പോൾ വെള്ളമില്ല എന്നൊന്ന് പുറത്തു വരാനായിട്ട് ഏതോ സിനിമയിൽ കൃഷ്ണൻകുട്ടി നായർ വരുന്ന പോലെ ഇയാൾ പുറത്തേക്ക് ഇറങ്ങി വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അയാളുടെ മുഖം നിങ്ങൾ നോക്കുക. തുണി എടുത്തിട്ടുണ്ട് മാന്യമായി. കക്കൂസി വെള്ളമില്ലെന്ന് പറയാൻ വരുമ്പോൾ അയാളിൽ എത്ര മാറ്റം ത്വക്കിലും ബ്രെയിനിലും ചിന്തയിലും മനസ്സിലും ഉണ്ട്. ഒരു മാറ്റവും ഇല്ലല്ലോ, ഒരു മാറ്റവും ഇല്ലല്ലോ. ഉണ്ട്, മാറ്റമുണ്ട്. ഇത്രയും മാറ്റം മുതിർന്ന വിദ്യാഭ്യാസമുള്ള, ചെയ്യാൻ പോകുന്നത് ഇന്നതാണെന്ന് അറിഞ്ഞ്, വെള്ളമില്ല എന്നറിഞ്ഞ് തനിക്ക് പരിചിതരായ ആളുകളോട്, സ്വന്തം വീട്ടിൽ ഭാര്യയോട്, മക്കളോട്, അതുമല്ലെങ്കിൽ പരിചയമുള്ള ആളുകളോട് വെള്ളമില്ല കേട്ടോ എന്ന് പറയാൻ വരുന്ന ആ വരവിൽ ഒരു നിമിഷം കൊണ്ട് അയാളിലുണ്ടാകുന്ന ചേഞ്ചുകൾ ഇത്രയാണെങ്കിൽ ഇത് പുറത്തേക്ക് പ്രകടിപ്പിക്കാനാകാത്ത ശൈശവത്തിൽ ഒരു കുഞ്ഞിനെ തീട്ടവും മൂത്രവുമായൊരു പ്ലാസ്റ്റിക്കിൽ വരിഞ്ഞു കെട്ടി വിട്ടാൽ എന്തുണ്ടാവും? അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് നടക്കുമ്പോൾ ഒരു ടർക്കി ടവലൊക്കെ അടി പിടിക്കുക, അതിൽ വീണ വേറൊരെണ്ണം പിടിക്കുക, അതൊക്കെ നനയ്ക്കുക, കുറച്ച് കഷ്ടപ്പെടുക. അതിനൊന്നും തയ്യാറില്ലെങ്കിൽ ഈ പണിക്ക് പോകാതിരിക്കുക. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? വേണ്ടതല്ലേ? ഒക്ടോബർ 28, ഒക്ടോബർ 24 or 28, പെട്ടെന്ന് 28 ഓർമ്മ വന്നു, 24 തോന്നുന്നു. കേരളത്തിലെ മറ്റൊരു കറുത്ത ദിനം. കഴിഞ്ഞ ഒക്ടോബർ 2011 ഒക്ടോബർ 24 സ്വന്തം കുഞ്ഞിന് അന്നപ്രാശനത്തിന്, ചോറൂണിന് ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഒരു കുടുംബം ചെന്നിരിക്കുക. ചോറൂണിനകത്ത് കൊണ്ടുപോയിരുത്തി, പ്രദക്ഷിണം വയ്ക്കണം, അകത്തിരുത്തി ചോറൂണ് കൊടുത്ത് പ്രദക്ഷിണം വയ്ക്കുമ്പോൾ കുഞ്ഞിൻ്റെ ജീവൻ പോയി. ഗുരുവായൂർ വെച്ച് ജീവൻ പോയ കുഞ്ഞിനെ എടുത്ത് അടുത്ത ആശുപത്രി കൊണ്ടുവന്നോ പറഞ്ഞു, ഈ നാപ്പിപ്പാടാണ് ജീവൻ അപകരിച്ചത്. ഡോക്ടറുടെ റിപ്പോർട്ടുണ്ട്. തദ്ദേശീയ ചെറിയ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തു, വൻ പത്രങ്ങളൊക്കെ മൂടി വെച്ചു. ദേവസ്വം ബോർഡ് അറിഞ്ഞു, മീറ്റിംഗ് വിളിച്ചു, ചോറൂണ് പുറത്തേക്ക് മാറ്റി. പക്ഷെ വാർത്ത ചാനലുകൾക്കോ പത്രങ്ങൾക്കോ കൊടുത്തില്ല. ഇങ്ങനെ 100 കണക്കിന് കുട്ടികൾ മരിക്കുന്നു. ആ ഡോക്ടർക്ക് വിവരമുള്ളതുകൊണ്ട് ബ്രെയിനിൽ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും അംശങ്ങൾ അടിച്ചു കയറിയതാണ്. പുറത്തേക്ക് പോകരുതെന്നാണ് തള്ളയി നിർദ്ദേശിച്ചിരിക്കുന്നത്. നീ ഇനി തൂറരുത്, മുള്ളരുത്, അതിനായി കെട്ടിയിട്ടിരിക്കുന്നത്. ഡെഫിക്കേറ്റിംഗ് സെൻറ്റർ തകർന്നതാണ്. ഡെഫിക്കേറ്റിംഗ് സെൻറ്റർ തകർക്കരുത് കുട്ടികളുടെ. ഇപ്പോൾ 10ാം ക്ലാസ് വരെ CBSE സിലബസ് ഉള്ള സ്കൂളുകളിലേക്ക് പോലും കുട്ടികളെ വിടുമ്പോൾ കാണുന്ന ഒരു കാഴ്ച, കാലത്തെ കക്കൂസി പോയിട്ട് പോകുന്ന പിള്ളേർ കുറവാണ്. Am I right?
അമ്മമാർ, ഞാൻ പറഞ്ഞത് ശരിയാണോ? ശരിയാണെന്നോ അല്ലെന്നോ? അതെ. എന്താ കാരണം?